ഹലോ ഹായ് മൈ വ്യൂവേഴ്സ്, ഞാൻ ദർശന ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദർശനാസ് വ്ളോഗ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ ഞാനും ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടത്തിന് മുന്നിൽ എത്തിയിട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്, അടിപൊളിയാണ് എന്തായാലും കേട്ടോ. അപ്പം ഞാൻ പോകുന്ന ടൈമിൽ ഇൻട്രോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എക്സൈറ്റ്മെൻറ്റിൽ അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതിന് തന്നെ നമ്മൾ ലുലു മാളിലും അങ്ങനെ വേറെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഇതുവരെ നിങ്ങളാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്ത കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ നമ്മൾ ദുബായ് മാളിലോട്ടും അതുപോലെ തന്നെ ബുർജ് ഖലീഫയിലോട്ടും പോയുള്ള ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഇടുന്നത്. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഈദ് ദിനത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഒരു വ്യൂ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നൈറ്റിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നത്. നൈറ്റിൽ പോകാനാണ് ഏറ്റവും നല്ല രസം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നൈറ്റിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഏകദേശം ബുർജ് ഖലീഫയിലോട്ട് എത്തിയപ്പോഴത്തേക്കും ഒരു 8:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 9 മണിക്കാണ് അവിടെ വെടിക്കെട്ട് അതേപോലെ ആ ഒരു ബുർജ് ഖലീഫയിലുള്ള ആ ഒരു ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞു. അതായത് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് അത് കാണിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ 9 മണിക്കുണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തത് 9 മണിക്ക് ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ആ കാണുന്നുണ്ടല്ലോ, ആ ലോങ്ങിൽ കാണുന്നത് അത് തന്നെയാണ് ബുർജ് ഖലീഫ, ഒരു നീളത്തിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ബാക്കിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ബുർജ് ഖലീഫ കാണാൻ സാധിക്കും. ബട്ട് നമ്മൾ ബുർജ് ഖലീഫയുടെ നേരെ എത്തിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്, സൂപ്പറാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ദുബായ് മാളിൻ്റെ ഫ്രണ്ടിലോടുള്ള റോഡ് വഴി പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദുബായ് മാളിൻ്റെ ഫ്രണ്ട് ഭാഗം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ദുബായ് മാളിൻ്റെ ഫ്രണ്ട് ഭാഗം. ഫുൾ ഓഫ് ലൈറ്റ്സ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. LED ബൾബ് വെച്ചിട്ട് കുഞ്ഞു LED ബൾബ് വെച്ചിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ അത് കാണിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് വഴിയല്ല കേട്ടോ ഉള്ളിലോട്ട് കയറി പോകുന്നത്. അപ്പോൾ നമ്മളിനി ഇവിടെ എത്തിയല്ലോ, ഇനി നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് വഴി തന്നെ നമ്മൾ ദുബായ് മാളിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഫ്രണ്ട് ഭാഗം ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം. നമ്മൾ വണ്ടി പാർക്കിംഗ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടത്തിന് മുന്നിൽ എത്തിയിട്ടോ. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി, അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിൻ്റെ അടുത്തേക്ക് ഇനി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു ഈദായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. ഇവിടുത്തെ ഈ വെടിക്കെട്ടും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഈ ഒരു ബുർജ് ഖലീഫയുടെ ആ ഒരു ഭാഗത്താണ് കേട്ടോ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കോവിഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇവിടെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുമ്പോൾ അവിടുന്ന് മാറ്റാനൊക്കെ ഇവിടെ വേറെ സെപ്പറേറ്റ് ആളുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല. തിരക്കുണ്ടെങ്കിലും അവരവിടുന്ന് ആളുകളെ ഇങ്ങനെ മാറ്റിയും കൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിലൊക്കെ തന്നെ അവർ ഇതുപോലെ സ്ക്വയറിലും റൗണ്ടിലൊക്കെ ഓരോ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഈ ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു റൗണ്ടിൽ അത്രയും ഫാമിലി മാത്രമായി നിൽക്കുക. അങ്ങനെ ഗ്യാപ്പിട്ട് നിൽക്കാനുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല. പക്ഷെ പല രാജ്യക്കാരും പല ഭാഷക്കാരും ഉള്ള ഒരു ഇതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പല ഭാഷയിലുള്ള ആളുകൾ സംസാരിക്കുന്നത് കാണാൻ പറ്റി. അപ്പോൾ ഞാനും കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാറുള്ളത്. ഓരോ ഭാഷക്കാർ സംസാരിക്കുന്നത് കേൾക്കുമ്പം എവിടുത്തെയാണ് അങ്ങനെയുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്തായാലും നല്ല അടിപൊളിയാണ് കേട്ടോ. അവിടെ അങ്ങനെ ഐ ലവ് ദുബായ് എന്ന് പറഞ്ഞിട്ട് LED ലൈറ്റ്സ് വെച്ചിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും കുഞ്ഞാവിടെ 2-3-4 ഫോട്ടോ അവിടെ വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അവർക്കാണെങ്കിലും അതേ താഴത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളോടത്ത് ഇങ്ങനെ ഇറങ്ങട്ടെ എന്ന് പറയുമായിരുന്നു. അപ്പോൾ ഇത്രയും തിരക്കുള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇറക്കാതിരുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. ഈ കാണുന്ന പോലെ നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ഒരു ഇതിൻ്റെ ഈ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് ആളുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര തിരക്കുണ്ടായിരുന്നത് ഈ ഒരു ഭാഗത്ത് മാത്രം. അപ്പോൾ എന്തായാലും അവിടെ ഇങ്ങനെ സെക്യൂരിറ്റീസൊക്കെ ഇങ്ങനെ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കെട്ടിടമാണല്ലോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വരുമല്ലോ. അപ്പോൾ എനിക്കും കാണാൻ പറ്റി. 148 നില എങ്ങാണ്ടാണ് ഉള്ളത്. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ
അപ്പോൾ ഒരുപാട് റേറ്റാണ് കേട്ടോ അതിൽ താമസിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിൽക്കുന്നവർക്കൊക്കെ നല്ല പൈസ കൊടുത്തിട്ട് തന്നെ വേണം അതിൻ്റെ ഉള്ളിൽ താമസിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇനി കുഞ്ഞാവിടെ 2-3 ഫോട്ടോസ് ഇവിടെ വെച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല തിരക്കല്ലേ വിചാരിച്ചിട്ടാണ് താഴെ ഇറക്കാതെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ അവൾ ഇറങ്ങി നടക്കും, അങ്ങനെയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ദുബായിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും വലിയ ഡെവലപ്പേഴ്സാണ് ഇമാർന്നും അതുപോലെ തന്നെ ദമാക് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ്സ് കേട്ടോ. അപ്പോൾ അതിലെ ഏറ്റവും വലുത് ഇമാർ ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ അവരുടെയാണ് കേട്ടോ ഈ ഒരു ബുർജ് ഖലീഫൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ദുബായ് മാളൊക്കെ. അപ്പോൾ നമ്മൾ ഈ ദുബായ് മാളിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാണാനുണ്ട് കേട്ടോ. നമുക്ക് എത്ര നടന്നാലും നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് വരില്ല, നമുക്ക് അത്രയും നമുക്ക് കാണാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് നടന്ന് കണ്ടു കേട്ടോ. അപ്പോൾ ഒരു 1/4 ഭാഗം പോലും നമ്മൾ ഈ ഒരു ദുബായ് മാളിൻ്റെ കവർ ചെയ്തിട്ടില്ല, അത്രയും നമ്മൾ നടന്നിട്ട് പോലും. അപ്പം അത്രയ്ക്ക് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട്, കറങ്ങി നടക്കാനുണ്ട്. പിന്നെ നമുക്ക് എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. എന്നാലും നമ്മൾ കുറേ ഈ ഒരു അക്വേറിയൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ എന്തായാലും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ വന്ന് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ തുടങ്ങാറായി, 9 മണിക്കിപ്പോൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തായാലും അതിൻ്റെ അടുത്ത് തന്നെ പോയി നിന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോങ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ വോയിസ് ഓവർ ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് കണ്ടു നോക്കും. അപ്പോൾ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഒരു വെള്ളത്തിൽ പൈപ്പൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കും കേട്ടോ. അങ്ങനെ പൊങ്ങി നിന്നതിന് ശേഷമാണ് പിന്നെ അതങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ പൊങ്ങി നിന്നപ്പോഴേ നമ്മൾ വേഗം ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നല്ല രസമുണ്ട് എന്തായാലും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളും കൂടി കണ്ടു എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ടാറ്റാ ടാറ്റാ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ അവിടുന്ന് സെക്യൂരിറ്റീസൊക്കെ വന്നിട്ട് അവിടെ നിൽക്കുന്ന ആളുകളെ എല്ലാം തന്നെ മാറ്റുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്തത് ടൈം 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതുവരെ അവിടെ ആളുകളെ എല്ലാം തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ തന്നെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് അപ്പം തന്നെ അവർ ആളുകളെ മാറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ ദുബായ് മാളിൻ്റെ ഉള്ളിലോട്ട് കയറി. അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു അക്വേറിയം വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നല്ല വലുതാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് മീനുകളുണ്ടായിരുന്നു, വലിയ വലിയ മീനുകളുണ്ടായിരുന്നു, പല ടൈപ്പായിട്ടുള്ള മീനുകളുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മുകളിൽ കാണുന്നത് കണ്ടോ, വേൾഡ് റെക്കോർഡായിട്ടുള്ള ഡിസ്പ്ലേ ആണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 810 സംതിങ് ഡിസ്പ്ലേ ആണ് ഈ കാണുന്നത്. വേൾഡ് റെക്കോർഡാണെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ അത്
ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓൺ ചെയ്തിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ഡിസ്പ്ലേ കാണാൻ വേണ്ടി തന്നെ എന്തൊരു ഭംഗിയാണ്. അതിൻ്റെ നേരെ മുകളിലായിട്ട് നമ്മൾ ശരിക്കും ഒരു ആകാശത്തിൻ്റെ മുകളിലോട്ട് നോക്കുന്ന പോലെ കേട്ടോ, ശരിക്കും നക്ഷത്രങ്ങൾ ഒരുപാട് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് അങ്ങനെയുള്ള ഒരു വ്യൂ ആണ് കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു അക്വേറിയത്തിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങാൻ പറ്റും കേട്ടോ. അതിന് സെപ്പറേറ്റ് പേ ചെയ്യണം നമ്മൾ. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറുകയൊന്നും ചെയ്തില്ല, ഇങ്ങനെ തന്നെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. കണ്ടോ, അതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട്, ആളുകൾക്ക് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിന് സെപ്പറേറ്റ് പേ ചെയ്യണം. എന്തായാലും നല്ല അടിപൊളി ഒരു വ്യൂ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ദുബായ് മാളിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒരുപാട് കറങ്ങി നടന്നു. ഏകദേശം നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നൈറ്റ് ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് മീനുണ്ട്. കുഞ്ഞാവിക്ക് കണ്ടിട്ട് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ അവിടേക്ക് തന്നെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു കേട്ടോ. ഒരുപാട് മീനുകളുണ്ട്, പല ടൈപ്പായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇതൊക്കെ തന്നെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. പിന്നെ അതാ നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് തന്നെയാണ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നൈറ്റ് ഏകദേശം ഒരു 10:30-10:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡൊക്കെ അങ്ങനെ അവിടുന്ന് തന്നെ കഴിച്ചു. അപ്പോഴത്തേക്കും കുഞ്ഞാവ് പറഞ്ഞു മീനിനെ കാണണം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒന്നും കൂടെ മീനിനെ കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് തന്നെ വന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് വരുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു അക്വേറിയം ഉള്ളത്. അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ അവൾക്ക് മീനിനെയൊക്കെ കാണിച്ചു കൊടുത്ത് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് പിന്നെ നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. കുഞ്ഞാവിക്ക് ഉറക്കമൊന്നും വരുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേ പിന്നെ നമ്മൾ തിരിച്ചു പോരുന്ന വഴിക്ക് വണ്ടിയിൽ കിടന്നിട്ടാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ എന്തായാലും ഇവിടുന്ന് ഇനി പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് ഇനിയും കവർ ചെയ്യാനുണ്ട് ദുബായ് മാളിൻ്റെ ഉള്ളിൽ. നമ്മൾ 2-3 പ്രാവശ്യം വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റൂ. അത്രയും നമുക്ക് നടക്കാനുണ്ട്. അപ്പം നടന്ന് നമ്മൾ ക്ഷീണിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ എന്തായാലും വീട്ടിലോട്ട് തന്നെ പോവാമെന്ന് വിചാരിച്ചു. സമയം 11 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്ത കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.